പ്രതിപക്ഷ നേതാവ് രാഹുലിന്റെ ചൈന അനുകൂല നിലപാടിനെതിരെ പാർലമെന്റിൽ പ്രതിഷേധം കടുപ്പിക്കാൻ ബി.ജെ.പി. സഭാരേഖകളിൽ നിന്ന് പരാമർശം നീക്കം ചെയ്യണമെന്ന ഉൾപ്പെടെയുള്ള ആവശ്യവുമായി ബി.ജെ.പി. അംഗങ്ങൾ രംഗത്തെത്തി. അതിനിടെ രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപന പ്രസംഗത്തിൽ നടക്കുന്ന ചർച്ചയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ലോക്സഭയിൽ മറുപടി നൽകും. ഗൗതം അനന്തനാരായണൻ വിവരങ്ങളുമായി ചേരുകയാണ്. ഗൗതം, ഏറ്റവും പ്രധാനപ്പെട്ടതൊന്നും ഈ പ്രതിപക്ഷ നേതാവ് രാഹുലിന്റെ വിവാദ പരാമർശങ്ങളാണ്. അതിൽ പാർലമെന്റിൽ എങ്ങനെ പ്രതിഷേധം കടുപ്പിക്കാനാണ് ബി.ജെ.പി. ഉദ്ദേശിക്കുന്നത്? വീണ, രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപന പ്രസംഗവുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചയിൽ പങ്കെടുക്കുമ്പോഴാണ് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഭാരത വിരുദ്ധ പരാമർശം തുടർച്ചയായി നടത്തിയത്. ബി.ജെ.പി. ചൂണ്ടിക്കാണിക്കുന്നത് രാഹുലിൻ്റെ 45 മിനിറ്റ് നീണ്ട ഇന്നലത്തെ പ്രസംഗത്തിനകത്ത് 34 തവണ രാഹുൽ ചൈന എന്ന് പറഞ്ഞു എന്നുള്ളതാണ്. ഭാരതത്തിൻ്റെ സർക്കാരിൻ്റെ പല വികസന പദ്ധതികളും, പ്രത്യേകിച്ച് മേക്ക് ഇൻ ഇന്ത്യ പോലെയുള്ള പദ്ധതികൾ പൂർണ്ണ പരാജയം എന്ന് ലോക്സഭയിൽ വിളിച്ചു പറഞ്ഞ രാഹുൽ ചൈനയെയാണ് നമ്മൾ മാതൃകയാക്കേണ്ടത്, അല്ലെങ്കിൽ ചൈനയുടെ ആധിപത്യമാണ് ഭാരതത്തിലുള്ളത് തുടങ്ങിയ പരാമർശങ്ങൾ നടത്തി. ഭാരതത്തിൻ്റെ ഭൂപ്രദേശങ്ങൾ ഇപ്പോൾ ചൈന പിടിച്ചെടുക്കുന്നു തുടങ്ങിയ വാദങ്ങളാണ് രാഹുൽ മുന്നോട്ട് വെച്ചത്. ഇതെല്ലാം രാഹുലിൻ്റെ ചൈന പ്രണയത്തിൻ്റെ ഭാഗമാണ് എന്നാണ് ബി.ജെ.പിയുടെ ആരോപണം. ചൈനയുടെ വക്താവ് പോലും ഇത്തരത്തിൽ ചൈനയെ പ്രശംസിച്ച് പറയത്തില്ല എന്ന വിമർശനമാണ് ബി.ജെ.പിയുടെ ദേശീയ നേതൃത്വം ഉയർത്തുന്നത്. ഒപ്പം ലോക്സഭയിൽ ഇന്ന് ഈ വിഷയം ആളിക്കത്തുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഏതാനും നിമിഷങ്ങൾക്കകം രാവിലെ ലോക്സഭ ചേരാൻ പോവുകയാണ്. രാജ്യസഭയിലും ഒരുപക്ഷെ ബി.ജെ.പി. ഈ വിഷയം ഉയർത്തുവാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും സഭാ നടപടികൾ ഇന്ന് ബഹളത്തിൽ കലാശിക്കും എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. അതേസമയം വൈകുന്നേരമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലോക്സഭയിൽ സംസാരിക്കാൻ പോകുന്നത്. നിലവിൽ രാഷ്ട്രപതി നടത്തിയ നയപ്രഖ്യാപന പ്രസംഗവുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളാണ് പാർലമെന്റിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. വൈകിട്ട് 5 മണിക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സഭയിൽ സംസാരിക്കുമെന്നാണ് ലഭ്യമാകുന്ന വിവരം. വീണ.